നിരന്തരം ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണ് അഘോരാത്രം ശ്രമം നടത്തുന്നത്. എന്നാൽ ഒടുവിൽ അവർ സ്വയം കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുക എന്നതാണ് ഇപ്പോൾ പതിവ് കാഴ്ചയായി മാറുന്നതും. ബലൂചിസ്ഥാനിൽ സമീപ ദിവസങ്ങളിലായി നടന്ന ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ പഴി ചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു പാകിസ്ഥാൻ നടത്തി വന്നത്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ആ കുതന്ത്രം ഏശിയില്ല എന്നതാണ് വാസ്തവം. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ അവിടെ അടുത്തിടെയുണ്ടായ ചാവേർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണമായിരുന്നു പാകിസ്ഥാൻ ഉന്നയിച്ചത്. എന്നാൽ ഈ ആരോപണമാകട്ടെ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരിക്കുകയാണ്. പാകിസ്ഥാന്റേത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയിലെ ആ ഒരു വീഴ്ച മറച്ചുവെക്കുവാനും ശ്രദ്ധ മാറ്റുവാനും നടത്തുന്ന പതിവ് തന്ത്രം മാത്രമാണ് പാകിസ്ഥാന്റെ ആരോപണമെന്നും വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ബലൂചിസ്ഥാനിലെ ദീർഘകാല രാഷ്ട്രീയ സാമ്പത്തിക പരാതികൾ പരിഹരിക്കുന്നതിന് പകരം തന്നെ അക്രമ സംഭവങ്ങളിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നതെന്നും പതിവായി തന്നെ ചെയ്തു വരുന്നതെന്നതാണ് വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ സ്വയം ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പതിവ് തന്ത്രങ്ങൾ മെനയുകയാണ്. ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം തന്നെ മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ അത് പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത്. ബലൂചിസ്ഥാനിൽ പാക് ഭരണകൂടം നടത്തുന്ന ആ അടിച്ചമർത്തൽ, ക്രൂരത, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയിട്ടുള്ള അക്കാര്യങ്ങൾ താനാണ് എന്നതാണ് രൺധീർ ജയ്സ്വാൾ ഇപ്പോൾ എടുത്തു പറയുന്നത്. ബലൂചിസ്ഥാൻ ആക്രമണത്തിൽ ഉൾപ്പെടെ തന്നെ പ്രതികൾക്ക് ഇന്ത്യയുടെ പിന്തുണയുണ്ട് എന്നും പാകിസ്ഥാൻ അവിടെ ആ ഒരു സൈന്യവും ആഭ്യന്തരമന്ത്രിയാകട്ടെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. 200ഓളം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാനും അഫ്ഗാനിസ്ഥാനുമായി തന്നെ അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമതർ സുരക്ഷാ സേനകളെയും അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. സാധാരണക്കാരുടെ വേഷം ധരിച്ചുകൊണ്ട് അവിടെ ആക്രമണകാരികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആശുപത്രികൾ, സ്കൂളുകൾ, ബാങ്കുകൾ, ആ വിപണികൾ എല്ലാം തന്നെ അവിടങ്ങളിലെല്ലാം തന്നെ വെടിയുതിർക്കുകയാണ് ചെയ്തത്. ക്വറ്റ, ഗാർഡർ, അതേപോലെ തന്നെ മാസ്ട്രങ് എന്നീ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ ജില്ലകളിൽ ഏതാണ്ട് ഒരേ സമയങ്ങളിൽ ആക്രമണം നടന്നു. ബലൂച്ച് വിമതർക്കെതിരെ തന്നെ പാക് സൈന്യം ശക്തമായ പ്രതികരണമാണ് നടത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.